കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലുവിന്റേത്. കോൺഗ്രസിന്റെ ദേശീയ ടാസ്ക് ഫോഴ്സ് അംഗവും കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ കനകോലു കേരളത്തിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നിലെ അദൃശ്യ മസ്തിഷ്കം ആണെന്ന് CPM ആരോപിക്കുന്നു. വെറുമൊരു പ്രൊഫഷണൽ എന്നതിലുപരി രാഷ്ട്രീയ നയരൂപീകരണത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ട്. പാർട്ടിക്കെതിരെയുള്ള പ്രചാരണങ്ങൾ കനകോലു കൃത്രിമമായി നിർമ്മിക്കുന്നതാണെന്ന ഇടതുപക്ഷത്തിന്റെ ആക്ഷേപം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഭരണകക്ഷിയെ എത്രത്തോളം അസ്വസ്ഥമാക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം CPM നേതാക്കൾ കൂടുതൽ ഉരുവിടുന്ന പേരുകളിലൊന്ന് സുനിൽ കനകോലുവിന്റേതാണ്. അദ്ദേഹത്തെ പേരെടുത്ത് വിമർശിക്കണമെന്ന നിർദ്ദേശം MLA-മാർക്ക് നിയമസഭയിൽ പാർട്ടി നൽകി. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കർണാടക സ്വദേശിയായ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ LDF ജാഥകളിലും നേതാക്കൾ കടന്നാക്രമിച്ചു. CPM കമ്മിറ്റികളിലെ ചർച്ചകളിലും 44-കാരനായ കനകോലു ഭീമാകാര രൂപം പൂണ്ടു നിൽക്കുന്നു. ആരാണ് സുനിൽ കനകോലു? ഇടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട് സുനിൽ കനകോലുവിന്റെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് പുറത്തു വന്നു, സർവേ റിപ്പോർട്ട് പുറത്തു വന്നു എന്നൊക്കെ. ഈ വരുന്ന റിപ്പോർട്ടുകളെല്ലാം മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കാറുണ്ട്. രാഷ്ട്രീയ കക്ഷിയുടെ നേതാവെന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത, മലയാളി പോലും അല്ലാത്ത ഒരാൾ കേരളത്തിലെ ഒരു തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ചർച്ചാ വിഷയമാകുന്നത് ഇതാദ്യമായിട്ടായിരിക്കും.